തൊഴിലാളി മണ്ഡലം. തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് തയ്യൽ തൊഴിലാളിയായ കലാരാജുവുമായുള്ള അഭിമുഖം കേൾക്കാം. തൊഴിലാളി മണ്ഡലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി തയ്യൽ തൊഴിലാളിയായ കലാരാജുവാണ്. തയ്ക്കുക എന്ന് പറയുന്നൊരു പ്രത്യേക കഴിവാണ്. എങ്ങനെയാണ് ഈ തയ്യൽ മേഖലയിലോട്ട് കടന്നു വരുന്നത്? ഞാൻ ഓർമ്മയായപ്പോഴേ ചേച്ചി തയ്യലുണ്ടായിരുന്നു. അപ്പോൾ തയ്യൽ മെഷീൻ കാണുമ്പോൾ ഉള്ള ഒരു ഇഷ്ടം ആ ഒരു ഇഷ്ടം കൊണ്ട് അതിൽ കയറി താൻ ചവിട്ടി പഠിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു, ടൈപ്പ് റൈറ്റിംഗ് കഴിഞ്ഞു. അങ്ങനെ നിന്ന സമയത്ത് അമ്മയുടെ ചേച്ചിയുടെ മോടെ വീട്ടിൽ പോയി 2 മാസത്തേക്ക് നിൽക്കാൻ പോയത്. അവിടെ വെക്കേഷന് പോയി അവിടെ നിന്നപ്പോഴും അവിടുത്തെ ചേച്ചി എന്നോട് അടുത്ത വീട്ടിലൊരാൾ തയ്ക്കുന്നുണ്ട്, നീ പോയി ബ്ലൗസ് മാത്രമെങ്കിലും ഒന്ന് പഠിക്ക്, നിന്റെ ബ്ലൗസ് തയ്ക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടതാ. അങ്ങനെ തയ്ച്ച് അവിടുന്ന് കുറച്ച് ബ്ലൗസ്, പാവാട ബ്ലൗസ്, ചെറിയ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് അതൊക്കെ തയ്ച്ച് ഇങ്ങനെ പോന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കല്യാണമായി. ആ തൊഴിൽ അവിടെ ഉപേക്ഷിച്ചു. ഏത് വർഷത്തിലാണ് തയ്യൽ പഠിച്ചതെന്ന് ഓർമ്മ? 92 പഠിച്ചത്. പഠിച്ചെങ്കിലും നമ്മൾ തയ്ക്കുന്നില്ല, പഠിച്ചു അങ്ങനെ നിൽക്കുന്നു. 95 കല്യാണം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഹസ്ബൻഡ് ഗോവയിലായിരുന്നു. അപ്പം അങ്ങനെ അങ്ങ് പോയി. 5 വർഷം കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ പുള്ളിക്കാരൻ ഒരു സുഖമില്ലാതെ വന്നു. ജോലിക്ക് പോകാൻ പറ്റാത്ത, നമുക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടതൊക്കെ ഒരവസ്ഥ വന്നു. അപ്പോൾ ജീവിക്കാൻ മാർഗ്ഗമില്ലാതായപ്പം എൻ്റെ ചേച്ചി എൻ്റെ കൂടെ അടുത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് തയ്യൽ അറിയാലോ, നീ ഒന്ന് തയ്ച്ച് നോക്കിക്കേ. അപ്പോൾ എനിക്ക് ശരിക്കും ഒരു കോൺഫിഡൻസ് ഇല്ല തയ്ച്ചാൽ ശരിയാകുമെന്ന്. അപ്പോൾ ചേച്ചിയാണ് ശരിക്കും പ്രൊമോട്ട് ചെയ്തത്. തയ്ക്കെന്ന് പറഞ്ഞു, നിന്നെ കൊണ്ട് പറ്റും, നീ എങ്ങനെയെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പതുക്കെ തുടങ്ങി. ആദ്യമൊക്കെ ചെയ്യുമ്പം അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നു, എങ്കിലും തയ്ച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചി തന്നെ ഒരു കടയിലേക്ക് എന്നെ വിട്ടു. അങ്ങനെ ആ കടയിൽ നിന്ന് കായംകുളത്താണ് ഒരു തയ്യൽ കടയുണ്ടായിരുന്നു. അവിടെ ഒരു 10-25 പിള്ളേരെ വെച്ച് തയ്ക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. അവിടെ തയ്ക്കാൻ നമ്മൾ ചെന്നപ്പം അവിടെ വെട്ടിത്തരും. അപ്പം നമ്മൾ തയ്ച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്ക് അത്രയും റിസ്ക് ഇല്ലായിരുന്നു. അവിടെ നിന്നായപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പഠിക്കാനൊരു സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ കടയിൽ പോകാണ്ടായി. കാരണം മോൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ വീട്ടിലാരും ഇല്ലാണ്ടായി. അപ്പോഴത്തേക്ക് അങ്ങനെ വീട്ടിലായിരുന്നപ്പോഴും ഇങ്ങനെ തരാൻ തുടങ്ങി. പിന്നെ എൻ്റെ ഒരു അവസ്ഥയെ അതുപോലത്തെ ആയിരുന്നു. ഹസ്ബൻഡ് സുഖമില്ല, വേറെ വരുമാന മാർഗ്ഗമില്ല. അപ്പം ആൾക്കാർക്ക് എന്നോടുള്ള ഒരു സിമ്പതിയും കൂടെ അതിനകത്ത് വലിയൊരു ഭാഗമാണ്. അപ്പം തോന്നി എന്തെങ്കിലും തന്ന അതൊരു ഉപജീവനമാവട്ടെ എന്ന് കരുതിയിട്ട് എൻ്റെ നെയ്ബേഴ്സും എനിക്ക് ഏറ്റവും അടുത്ത് കുറച്ച് ആൾക്കാർ എന്നെ കുറേ എനിക്ക് സപ്പോർട്ട് ചെയ്ത്. അങ്ങനെ പൈസ തന്ന് സഹായിക്കുന്നതിലല്ല, നമുക്കിങ്ങനെ തുണി നമ്മളെ ഓരോരുത്തരെ പരിചയപ്പെടുത്തി കുറേ തുണി വാങ്ങിച്ചു, അങ്ങനെ തന്നു. ചെറിയ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരത് നമുക്ക് ജീവിക്കാനുള്ളൊരു മാർഗ്ഗമാവട്ടെ എന്ന് കരുതിയിട്ട് സഹായിച്ചു. ഹസ്ബൻഡിന്റെ പേരെന്താ? രാജു എന്നാണ്. ഇപ്പം വീണ്ടും സുഖമില്ലാതെ ഒരു അറ്റാക്ക് വന്നതിന് ശേഷം പുള്ളിക്ക് പിന്നെ ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടായി. വീട്ടില് വേറെ ആരാ ഉള്ളത്? മോനുണ്ട്. മോൻ എന്താ ചെയ്യുന്നത്? മോൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു. അപ്പൊ PSCയുടെ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നു. ഡിഗ്രി ഏതാ മോൻ? ബികോം ആയിരുന്നു. വേറെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മോന് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെറിയത് ചെയ്തു തരുമോ? നമുക്ക് തയ്യൽ പണിക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാനോ ഒക്കെ? അതൊക്കെ ചെയ്യും. തയ്ച്ചു വെച്ചാൽ ചേട്ടനായാലും കൊണ്ടു കൊടുക്കും, പൈസ വാങ്ങിച്ചോണ്ട് വരും. അതിന്റെ സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ അവര് രണ്ടുപേരും എന്നെ ഹെൽപ്പ് ചെയ്യും. മോൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ചെറുതായി. ഇപ്പൊ പിന്നെ വളർന്നു. എന്താണെങ്കിലും കുഞ്ഞു മോനായിരുന്നപ്പോഴും സഹായിച്ചല്ലേ? ഇപ്പോഴും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവനെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം. ഇത്രയും പ്രായത്തിൽ അവൻ തുണി കൊണ്ട് തരുന്നല്ലോ, അതിനൊരു മടി കാണിക്കുന്നില്ലല്ലോ. അവനും അറിയാൻ വേറെ ഉപജീവന മാർഗ്ഗം ഇല്ല. അതെ. ആദ്യം ഈ തയ്യൽ തൊഴിലേക്ക് കടന്നു വന്നപ്പോൾ പറഞ്ഞല്ലോ ഇങ്ങനെ അവിടെ പഠിക്കാൻ പോയി. അവിടെ ആദ്യമൊക്കെ എന്താ പഠിപ്പിച്ചിരുന്നത്? ആദ്യം നമ്മളെ മെഷീൻ ചവിട്ടാനാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ എനിക്ക് ചവിട്ടാൻ വീട്ടിൽ ഓൾറെഡി മെഷീൻ ഉള്ളതുകൊണ്ട് ചേച്ചിയുടെ മെഷീനെ കട്ടൊക്കെ ചവിട്ടി പഠിച്ചത് കൊണ്ട് അതറിയാം, എളുപ്പമുണ്ടായിരുന്നു. പിന്നെ നമ്മള് കുഞ്ഞു പിള്ളേരുടെ ജട്ടി, അവരുടെ ഉടുപ്പ്, കെട്ടുടുപ്പുണ്ടല്ലോ, അതൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചത്. പിന്നെ ബ്ലൗസിലേക്ക് കടക്കാൻ കുറച്ച് താമസമാണ്. കാരണം ഏറ്റവും പാടുള്ളത് ബ്ലൗസ് തന്നെയാണ്. പിന്നെ അങ്ങനെ ബ്ലൗസും കുട്ടികളുടെ പാവാടയും ബ്ലൗസും അങ്ങനെയൊക്കെ ആക്കി അങ്ങ് നിർത്തിയതാണ്. പിന്നെ ഞാൻ സ്വയമേ ഇങ്ങനെ ചുരിദാറൊക്കെ പഠിച്ചു. അപ്പൊ പിള്ളേർ എൻ്റെ കൂടെ കടയിൽ തയ്ക്കുന്ന പിള്ളേർ പറഞ്ഞു, ചേച്ചി ബ്ലൗസ് തയ്ക്കാൻ പറ്റുമെങ്കിൽ ചേച്ചിക്ക് എന്തുകൊണ്ട് ചുരിദാർ പറ്റുന്നില്ല, ചേച്ചി ഒന്ന് ശ്രമിച്ചാൽ മതി. അപ്പൊ പിന്നെ നമ്മൾക്കും അങ്ങനെ ഒരു ധൈര്യം വന്ന് ഒന്ന് നോക്കാൻ പഠിക്കാന്ന്. എനിക്ക് തോന്നുന്നു കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഈ ഓൺലൈൻ ഒന്നും എങ്ങനെ തയ്യൽ ഒന്നും മനസ്സിലാക്കാനുള്ള സാഹചര്യം ഇല്ലല്ലോ. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് അപ്പൊ ചേച്ചി ചുരിദാർ എങ്ങനെയാണ് വെട്ടി പഠിക്കുകയൊക്കെ ചെയ്തത്? കടയിൽ തയ്ക്കാൻ പോയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ കടയിൽ എനിക്ക് ബ്ലൗസ് വെട്ടി തന്നിട്ട് തയ്ച്ചു തീരുമ്പോൾ പിന്നെ അടുത്തത് വെട്ടിത്തരാനുള്ള ഒരു സമയം ഉണ്ടാവും. ആ സമയത്ത് അടുത്തിരിക്കുന്ന പിള്ളേർ മുഴുവൻ, അവിടെ തന്നെ വേറെ ആൾക്കാരുണ്ട്, വേറെ റൂമിലാണ്. ബാക്കി എല്ലാ പിള്ളേരും ഇങ്ങനെ ചുരിദാർ തയ്ക്കുന്നത്.
അപ്പൊ അവരുടെ അടുത്ത് പോയി നിന്നിട്ട് തയ്ക്കുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാക്കും. നമുക്കും പിന്നെ ഒരു ധൈര്യമായി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പറ്റും, നമുക്ക് തയ്ക്കാൻ ഓൾറെഡി അറിയാമെങ്കിൽ ഒരു ഐഡിയ തന്നെ നമ്മുടെ ഉള്ളിൽ വരും. ആദ്യം വെട്ടി പഠിച്ചത് ഏതിലാണ്? മറ്റേ ലൈനിങ് തുണിയിലാണോ പേപ്പറിലാണോ എങ്ങനെയാണ്? നമ്മളെ പേപ്പറിലാണ് വെട്ടി പഠിപ്പിക്കുന്നത്. ഞാൻ ചുരിദാർ വെറുതെ ഒരു സാരി തുണിയാൽ വെട്ടി വെറുതെ ഒന്ന് തയ്ച്ചു നോക്കിയതാണ്. അപ്പൊ ആ തയ്ച്ചതിനകത്ത് ചെറിയ ചെറിയ കോട്ടങ്ങൾ ഉണ്ടപ്പോ നമുക്ക് മനസ്സിലായി അപ്പൊ അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്താൽ അത് സെറ്റ് ആകും എന്ന് ചെയ്തിട്ട് നമ്മളങ്ങ് ചെയ്ത് പഠിച്ചു. ഇപ്പൊ പിന്നെ സംശയങ്ങള്, ഇപ്പൊ പിള്ളേര് പുതിയ പുതിയ മോഡലൊക്കെ കൊണ്ടുവരുമ്പോ ഇപ്പൊ നമുക്ക് യൂട്യൂബിൽ നോക്കാം, അത് നോക്കിക്കൊണ്ട് തയ്ക്കാൻ പറ്റും. അങ്ങനെ കുറെ ഞാനിപ്പോ യൂട്യൂബിൽ നിന്ന് കുറച്ച് പഠിച്ചു. ഓൺലൈൻ ആക്ച്വലി പണ്ടത്തെ കാലത്ത് നമുക്ക് ഇതൊക്കെ പഠിക്കണമെങ്കിൽ ഒരാളുടെ സഹായം വേണം. ഇന്ന് പക്ഷേ ഓൺലൈൻ ഒരുപാട് വേണം. നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഒരാളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാവത്തുള്ളൂ. ഇപ്പൊ ഞാൻ എഴുതി വെച്ചേക്കുന്ന കണക്ക് നോക്കിയിട്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു ചെയ്തും അല്ലെങ്കിൽ പരിചയത്തിൽ കുറെ ഇത് വരും അല്ലേ? തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് വഴി. കൈ വഴങ്ങത്തില്ല. കുറച്ച് നാൾ നമ്മൾ തയ്ക്കാതിരിക്കുമ്പോ എല്ലാം മറന്നുപോകും, വെട്ടാൻ തന്നെ മറന്നുപോകും, കൈ വഴങ്ങാത്ത ഒരു അവസ്ഥ ഉണ്ടാവും. ചെയ്തുകൊണ്ടേ ഇരിക്കണം. തയ്ക്കാൻ ഏറ്റവും കൂടുതൽ വരുന്നത് ഏതാണ്? ചുരിദാറാണോ ബ്ലൗസ് ആണ് എനിക്ക് ഒരുപാട് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ചുരിദാറും വരുന്നുണ്ട്. ഇപ്പൊ പിന്നെ പിള്ളേർക്ക് ക്രോപ്പ് ടോപ്പ്, ചെറിയ ടോപ്പ്, ഇപ്പൊ അതൊക്കെ ഒരു ഫാഷൻ ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ കൂടുതൽ വരുന്നത്. ക്രോപ്പ് ടോപ്പ്, ലാച്ച പോലത്തെ പാവാട, ലഹങ്കയുടെ വലുത്, അതുപോലെ ഫ്രോക്ക്, ഗൗണായിട്ട് ഇങ്ങനെ കിടക്കുന്ന വിരിഞ്ഞ് കിടക്കുന്ന, അതിപ്പോ ചുരിദാർ ടോപ്പ് പോലെ തന്നെയാണ്. അതെ, അങ്ങനെ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എന്നാലും സാരി ബ്ലൗസ് ആണ്. എല്ലാരും സാരിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ ഇപ്പൊ കൂടുതലും? നമ്മള് ഗ്രാമപ്രദേശമാണല്ലോ, അപ്പൊ പിന്നെ ഓൾറെഡി അവിടുത്തെ പഴയ ആൾക്കാര്, നമുക്ക് പണ്ട് തൊട്ടേ തന്നോണ്ടിരുന്ന ആൾക്കാരെല്ലാം വീണ്ടും തന്നോണ്ടിരിക്കുന്നുണ്ട്. അവരാരും നമ്മളെ വിട്ടു പോയിട്ടില്ല. സാരി ബ്ലൗസ് അപ്പം ഒരുപാട് വരുന്നുണ്ട്. തയ്ക്കുന്നത് എങ്ങനെയാണ്? രാവിലെ വീട്ടിലെ ജോലിയൊക്കെ വീട്ടിലെ മുഴുവൻ ജോലി ഒതുക്കണം. 91 വയസ്സുള്ള ഒരു അമ്മയുണ്ട്, അമ്മ കിടപ്പാണ്. അപ്പൊ ചേച്ചിയാണ് നോക്കിക്കൊണ്ടിരുന്ന. ചേച്ചിക്ക് ഇപ്പൊ സുഖമില്ലാതെ ചേച്ചിയുടെ വീട്ടിലാണ് പക്ഷെ നോക്കുന്നത്. ആ ഒരു ഇതുണ്ട്. അപ്പൊ ഞാനൊരു ഫെഡറൽ ബാങ്കിൽ സ്വീപ്പറായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഒരു 3 വർഷമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് റേഡിയോ കേൾക്കാത്തത് ഭയങ്കര ഒരു വിഷമമായിരുന്നു. രാവിലെ 8:45 വരെ കേൾക്കാം, 9 ആകുമ്പോൾ ബാങ്കിൽ ചെല്ലാം, അങ്ങോട്ട് പോകണം. പിന്നെ അത് കഴിഞ്ഞ് 1:30 വീട്ടിൽ വരുമ്പോഴത്തേക്കും. അപ്പൊ എനിക്ക് അത്രയും നേരമുള്ള ഇത് റേഡിയോ പരിപാടി മിസ്സായത് ഭയങ്കര വിഷമമായിരുന്നു. സത്യമായിട്ട് ഇപ്പൊ അത് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് റേഡിയോ കേൾക്കുന്ന വലിയൊരു ഹരമാണ്. 5:55 റേഡിയോ നിലയം തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ട്യൂൺ ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, എന്തോ എനിക്ക് ഒരു ചായ കുടിച്ചാൽ കിട്ടാത്ത പോലത്തെ ഒരു എനർജി. ആ എനർജിയിലാണ് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. സത്യമാണ്. അത് കഴിയുമ്പോ എനിക്ക് ആ വന്ദേ മാതരം, അത് കഴിയുമ്പോ സുഭാഷിതം ഒരു ദിവസം കേട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടം. ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടം. അതുപോലെ പ്രഭാതപേരി, ഒരുവിധം എല്ലാം കേൾക്കും. ഇപ്പൊ ഒരു 3 മണി വരെയൊക്കെയുള്ള പരിപാടികൾ കണ്ടിന്യൂസ് കേൾക്കും. അപ്പൊ തയ്ക്കാനിരിക്കുന്ന എപ്പോഴാ? 10:30 ആവും. 10:30 എല്ലാ പണികളും ഒതുക്കും. ഒരു ഷെഡ്യൂൾ പോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. 10 മണിക്ക് ഇരിക്കും. അപ്പൊ ഒരു ദിവസം എത്ര തുണി ചെയ്ത് തരും? നമുക്ക് ചില ബ്ലൗസ് ഒക്കെ പ്രയാസമുള്ളതായിരിക്കും, ചിലത് കുറച്ച് വിട്ട് കൂടുതലായിരിക്കും. അപ്പൊ അതിനൊക്കെ നമ്മൾ ചെറിയ ബ്ലൗസ് തയ്ക്കുന്ന സമയമല്ല, നമുക്ക് വലിയ ബ്ലൗസ് തയ്ക്കാം. അങ്ങനെയുണ്ട്, വേരിയേഷൻ ഉണ്ട് ഇത്തിരി സമയം. പിന്നെ അതുപോലെ അതിന് കുറെ മാറ്റങ്ങൾ ചെയ്യേണ്ടതായിട്ടും കാണും. ഇച്ചിരി ഫാഷനും കാര്യമൊക്കെ ഉള്ളത് കുറച്ച് കൂടുതൽ സമയം എടുക്കും. ഫാഷൻ ബ്ലൗസ് എന്ന് പറയുമ്പോൾ പ്രിൻസസ് കട്ട് അങ്ങനെ കട്ട് വരുന്നുണ്ട്, ഇപ്പൊ പഫ് കൈ വരുന്നുണ്ട്. കുറച്ച് സമയം കൂടുതലെടുക്കും. പൊതുവെ ഇച്ചിരി സ്ലോയിൽ തയ്ക്കുന്ന ആളാണ്. എന്നാലും സ്ലോയിൽ തയ്ച്ചാലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കണമെന്നുള്ളതാണ് ആഗ്രഹം. ബ്ലൗസിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ റെഡിമെയ്ഡ് ചുരിദാർ വാങ്ങിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഇപ്പൊ വീണ്ടും ഇത് തയ്ക്കുന്നതിലേക്ക് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചാലും അതൊന്ന് ഓൾട്ടർ ചെയ്യണം. ഓൾട്ടർ ചെയ്യാതെ എന്തായാലും ഇടാൻ പറ്റത്തില്ല. അപ്പൊ ചിലര് പറയുന്ന അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ബോഡി അളവെടുത്താൽ അതെ കറക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഓൾറെഡി ഞാൻ എല്ലാരും വാങ്ങിക്കുന്ന പോലെ അത്രയും പൈസ വാങ്ങിക്കാറില്ല. കുറച്ച് എല്ലാവർക്കും റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ അങ്ങനെ കിട്ടരുന്നുണ്ട്. തയ്യലിന്റെ മെച്ചം മാത്രം പറയാൻ പറ്റത്തില്ല. തയ്യക്കൂലി ഒരുപാട് കൂടുന്ന ഒരു കാലം ഇപ്പോഴത്തെ ഒരു കൊറോണ കാലത്താണെങ്കിലും എല്ലാരും മാസ്ക് തയ്ച്ചപ്പം എനിക്ക് മാസ്ക് തയ്ക്കേണ്ടി വന്നില്ല. അതുപോലെ തയ്ക്കാൻ എനിക്ക് അന്നും തുണിയുണ്ടായിരുന്നു. അന്നും തുണിയുണ്ട്. അപ്പൊ 10 മണിക്ക് തുടങ്ങി എത്ര മണിക്ക് തീരും? 10 മണിക്ക് തുടങ്ങിയാൽ വീട്ടിലിരിക്കുന്നോണ്ട് ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് ഫുഡ് കൊടുക്കണം. എന്നാലും 3 ബ്ലൗസ് 2 ചുരിദാർ ഒക്കെ എന്തായാലും ഒരു 7 മണി മാക്സിമം 8 മണി വരെ തയ്ക്കും. കാരണം പിന്നെ അമ്മയ്ക്ക് രാത്രിയിലെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. അങ്ങനെ എങ്ങനെയാണ് തയ്ക്കുന്നത്? തുണി വെട്ടി വെച്ചിട്ട് ഇപ്പൊ 2 ബ്ലൗസ് ഉണ്ടെങ്കിൽ 2 എണ്ണത്തിന് ഒരേപോലെ വെട്ടി
വെച്ച ശേഷം തയ്ക്കുക എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ ഓരോന്ന് വെട്ടി അന്നേരം തയ്ക്കും. കാരണം നമ്മൾക്ക് ഒരു കൺഫ്യൂഷൻ ആകുന്ന മാത്രമല്ല, ഒരു പീസ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എനിക്കെന്തോ അത് ഇഷ്ടമല്ല. അങ്ങനെ വെട്ടുക, അപ്പൊ തന്നെ തയ്ച്ചു തീർക്കുക. ചുരിദാറിന്റെ തുണിയൊക്കെ പുറത്തുനിന്ന് അവർ കൊണ്ടുതരുന്നത് ചെയ്യുന്നത് ലൈനിങ്ങും എല്ലാം. ലൈനിങ് ചിലർ വാങ്ങിച്ചുകൊണ്ട് തരുന്നവരുണ്ട്, ചിലർ നമ്മളോട് വാങ്ങിക്കാൻ പറയുന്നവരുണ്ട്. ബ്ലൗസും അതുപോലെ ചുരിദാറിലൊക്കെ ഇപ്പൊ ഒരുപാട് ഡിസൈൻ സ്റ്റോൺ വെക്കുക അല്ലെങ്കിൽ മിറർ വെക്കുക എന്നൊക്കെ ചിലതൊക്കെ വെക്കാറുണ്ട്. അതൊക്കെ ചിലതൊക്കെ ചെയ്ത് കൊടുക്കും. ഒരുപാട് വലിയ വർക്കിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ തുണി തയ്ച്ചു തീരത്തില്ല. അപ്പൊ നമുക്ക് അവരോട് കൂടുതൽ പൈസ ചോദിക്കാനും പറ്റില്ല. അത്യാവശ്യമുള്ളത് മാത്രം ചെയ്ത് കൊടുക്കും. ടൗണിൽ പോലും തയ്ക്കുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ റേറ്റിൽ നമുക്ക് ചോദിക്കാം. നമ്മളെ ഒരു ഗ്രാമപ്രദേശമായി ഇപ്പൊ തയ്ക്കുന്ന ആ തയ്യലിൽ നിന്ന് നല്ലൊരു വരുമാനം കിട്ടുന്നു. വീട്ടിലെ എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് ഓടുന്നുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. അത് വേറൊന്നും നമുക്ക് ചെയ്യാൻ ഇപ്പൊ ഇല്ലാത്തത് കൊണ്ട് ഈ ബാങ്കിൽ പോകുന്ന സമയത്ത് നമ്മള് വന്നിട്ടാണെങ്കിലും ചെയ്യണമായിരുന്നു. ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അവിടെ നിന്ന് കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഒരു കടയിൽ പോയിക്കൊണ്ടിരുന്നില്ലേ? അപ്പൊ അവിടെ അങ്ങനെ ഒരു ബൾക്കായിട്ട് ചെയ്യുന്നിടത്ത് ചെയ്യുന്നതിനേക്കാളും സൗകര്യം ഇത് തന്നെയാണോ? എനിക്ക് വീട്ടിൽ ചെയ്യുന്നതാണ് കംഫർട്ടായിട്ട് തോന്നുന്നത്. എല്ലാ കാര്യങ്ങളും വീട്ടിൽ ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് കിട്ടുന്ന തുണി അതിന്റെ റിസ്ക് മുഴുവൻ ഞാൻ മാത്രം അറിഞ്ഞാൽ മതി. അതെ. നിങ്ങളുടെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടോ? കൂട്ടായ്മയുണ്ട്. എവിടെയായിട്ടാണ് അത്? നമുക്ക് ഒരു 150 പേരുടെ ഒരു തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയുടെ ഒരു ഇതുണ്ട്. അവിടെയാണ് നമ്മൾ അംഗമാണ്. നമ്മൾ എല്ലാ വർഷവും പൈസ അടയ്ക്കണം, സ്റ്റേറ്റ്മെന്റ് പുതുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പെൻഷൻ 60 വയസ്സാകുമ്പോൾ കിട്ടുമെന്നാണ് പറയുന്നത്. കിട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഈ ജോലിയിൽ വളരെ സംതൃപ്തിയോടെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇതില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനേയും എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാൻ തയ്യലൊരു മേഖലയിലോട്ട് പോയി. ഞാൻ ടൈപ്പിസ്റ്റ് ആണ്. ഗോവയിലായിരുന്നപ്പോൾ ടൈപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പം ഞാൻ ഇതില്ലായിരുന്നെങ്കിൽ എങ്ങനെ ജീവിക്കുമായിരുന്നു എന്ന് വരെ ആലോചിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു മേഖലയിൽ എത്തിയത് കൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ ഒരാൾ ഹെൽപ്പ് ചെയ്യാനോടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് കുറച്ച് സേവിങ്ങും എല്ലാം ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഇതിലിപ്പം എന്തെങ്കിലും വെല്ലുവിളിയായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ തയ്യൽ മേഖലയിൽ? എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് ഇഷ്ടത്തോടുകൂടി നമ്മൾക്ക് ആവശ്യത്തോടുകൂടി ചെയ്യുമ്പം നമുക്കതൊരു വെല്ലുവിളിയേ അല്ല. എത്ര കഷ്ടതയിലും നമ്മളത് ചെയ്യാൻ തയ്യാറാണ്. രാത്രി 3 മണി വരെ തയ്ച്ചിട്ടുണ്ട്. അതിനോടുള്ള ഇഷ്ടവും നമ്മുടെ ആവശ്യവും അതെ നമുക്ക് തുണി കൊണ്ട് തരുന്ന ആൾക്കാരോടുള്ള ഒരു അതെ ഒരാളൊരു ഇത് പിന്നെ എനിക്ക് ആൾക്കാർ തരുന്നതിന്റെ പ്രധാന കാരണം പറയുന്ന സമയത്ത് കൃത്യമായി ഓണത്തിന് മുമ്പ് തന്ന തുണി വരെ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എങ്കിൽ പോലും ഇന്നിപ്പോ രാവിലെ ഒരാൾ തന്നിട്ട് എനിക്ക് നാളത്തെ ആവശ്യമാണ്, എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രിയിൽ ഉറങ്ങിയില്ലെങ്കിൽ ഞാനത് തയ്ച്ചു കൊടുക്കും. അപ്പൊ ആ ഒരു വാക്കിന്റെ ഒരു വിലയിൽ ആൾക്കാർ ഒരുപാട് തരുന്നുണ്ട്. അതിൽ ചെറിയ ചെറിയ കോട്ടങ്ങൾ ഉണ്ടെങ്കിലും അവരത് ക്ഷമിക്കാറുണ്ട്, സഹിക്കാറുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഇത്ര ഇഷ്ടത്തോടു കൂടി തന്നെ ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് ആ ഒരു സന്തോഷവും എല്ലാം മുഖത്തും കാണാനുണ്ട്. ഇപ്പൊ ഒരുപാട് ഡിസൈൻസ് ഒക്കെ പുതിയത് വരുന്നുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ഒരു തുണി തയ്ച്ചു കൊടുത്തിട്ട് വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ അതിനെ അവർ എക്സ്പ്രസ് ചെയ്യുന്നത് കേട്ടിട്ട് നമുക്ക് ഈ കിട്ടുന്ന ആ ഒരു പൈസയേക്കാൾ വിലമതിക്കാനാവത്താണല്ലോ അവരുടെ ഒരു അങ്ങനത്തെ ഒരു ഓർമ്മ അനുഭവങ്ങളുണ്ട്. കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർ കോളേജ് ഡേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും കാണുന്ന ഒരു മോഡൽ കൊണ്ടുവന്നിട്ട് അപ്പൊ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയും, ചേച്ചി ആ ടി-വിക്കകത്തിലെ ആ സീരിയലിനകത്തിലെ. ഞാൻ പറഞ്ഞു, മക്കളെ ഞാൻ സീരിയലും ടി-വിയും കാണാറില്ല, റേഡിയോ മാത്രമേ ഞാൻ കേൾക്കാറുള്ളൂ. അത് കാരണം നിങ്ങളത് കണ്ടാൽ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് വാട്സപ്പിൽ ഇട്ടാൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. അങ്ങനെ 2-3 പിള്ളേർ ഇട്ട് കൊടുത്തിട്ട് തയ്ച്ചിട്ട് ആൻറ്റി തയ്ച്ചതുപോലെ എൻ്റെ കോളേജിൽ ആരും ഇത്രയും ഭംഗിയായിട്ട് ഇട്ടുകൊണ്ട് വന്നില്ല. പക്ഷേ എനിക്ക് തോന്നിയില്ല അത്ര കംഫർട്ടാണ്. പിള്ളേർക്ക് പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എന്നിട്ട് അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഒരു കടയിൽ നിന്നപ്പോൾ വേറൊരു കൊച്ച് അവിടെ ആരുണ്ട് തയ്ക്കുക. അപ്പോൾ പറഞ്ഞു, എനിക്കൊരു ആൻറ്റി ഉണ്ടോയെന്ന് പറഞ്ഞിട്ട് എൻ്റെ നമ്പർ കൊടുത്തിട്ട് അതിനെ വിട്ടു. എങ്ങനെ പറഞ്ഞാലും ആൻറ്റി അതുപോലെ തയ്ച്ചു തരും കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ ആക്ച്വലി പൈസക്കായി ഭയങ്കര ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഒരു കട ഇട്ട് തരാം, പക്ഷെ വീട്ടിലെ സാഹചര്യം അമ്മയെ നോക്കുന്ന എല്ലാം കൂടെ എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ ക്രമേണ ഇപ്പോഴും എനിക്ക് അതിനോട് ഇപ്പം ഈ കണ്ണിനൊക്കെ ഇച്ചിരി പ്രശ്നമുണ്ട്. ഇപ്പൊ കാഴ്ചയ്ക്കും ഒക്കെ എല്ലാം കൂടെ ആകുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഈ ആഗ്രഹം എന്താ പറയാ, അങ്ങനെ കടയൊക്കെ ഇട്ട് വളരെ മികച്ച രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ കഴിയട്ടെ. പുതിയ പുതിയ ഡിസൈനുകൾ എന്താ പറഞ്ഞ ബാക്കിയുള്ളവരുടെ ആ ഒരു ഭാവനയ്ക്ക് അനുസരിച്ച് പുതിയ ഡിസൈനുകളിലൊക്കെ ഓരോ തുണികളും തയ്ച്ചു കൊടുക്കാൻ ഇനിയും ശക്തി കിട്ടട്ടെ. ഇതുപോലെ തന്നെ ഇനിയുള്ള എല്ലാ സംരംഭങ്ങൾക്കും എല്ലാവിധ നന്മകളും നേരുന്നു. ആകാശവാണിയുടെ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്ന് ഇത്രയും നേരം നമുക്കുള്ള ഒരു തുണി കൊണ്ട് കൊടുക്കുന്നതല്ലാതെ ഇതിനകത്ത് പിന്നെ എന്ത് നടക്കുന്നു നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ആ ഒരു ഇതിൽ നന്നായിട്ട് പറഞ്ഞു തന്നതിന് ഒരുപാട് സന്തോഷം. ഇവിടെ എത്തിച്ചേർന്നതിന് നന്ദി അറിയിക്കാം. താങ്ക് യു. തൊഴിലാളി മണ്ഡലത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത് തയ്യൽ തൊഴിലാളിയായ കലാരാജുവുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം. നിർവഹണം സെവിൽ ജിഹാൻ. നിർവഹണ സഹായം സുനിത ആനന്ദ്.
തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.